സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി, യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും കൂടക്കൂടികളോ അതല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ടവരോ അല്ല, വ്യതിരിക്തമായി നിൽക്കേണ്ടവരാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അതിനാധാരമായി നമ്മൾ സ്വീകരിക്കുന്ന പ്രമാണങ്ങളും നമ്മളെ ആരാധനാകർമ്മങ്ങളും നമ്മളെ സംസ്കാരങ്ങളുമെല്ലാം വ്യതിരിക്തമാണ്. അത് നമ്മൾ ആർജിച്ച് എടുത്തത് നമ്മുടെ ദീൻ പഠിപ്പിച്ചതനുസരിച്ച് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സംസ്കാരങ്ങളുമെല്ലാം അത് കാലത്തിനനുസരിച്ച്, ആളുകൾക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച്, ജനങ്ങൾക്കനുസരിച്ച്, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് മാറ്റം വരുത്തുവാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. നമ്മളൊരു കാര്യം വിശ്വസിക്കണമെങ്കിലും വിശ്വസിക്കാതിരിക്കണമെങ്കിലും നമ്മുടെ ദീന് പറയണം. അതുപോലെ തന്നെ ഒരു കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കുവാനും, ഒരു കാര്യത്തെ നമ്മൾ സ്വീകരിക്കുവാനും സ്വീകരിക്കാതിരിക്കുവാനുമുള്ള നമ്മുടെ മാനദണ്ഡം പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി നമുക്ക് കനിഞ്ഞരിൽ നൽകിയിട്ടുള്ള നമ്മുടെ മതത്തെ, നമ്മുടെ ദീനിനെ ഒഴിവാക്കിക്കൊണ്ടോ പൂർണ്ണമായോ ഭാഗികമായോ ഏതെങ്കിലും നിലക്കുള്ള ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടോ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യടി നേടുവാനോ ആളുകളെ തൃപ്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റു ആദർശക്കാരുമായി കൊണ്ട് പൊരുത്തപ്പെടുവാനോ വേണ്ടി നമ്മുടെ ദീനിനെ ഒരിക്കലും നാം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ ദീൻ അത്രയും പവിത്രമാണ്, പ്രധാനമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. ഇതിൽ യാതൊരു മാറ്റവുമില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഈ ഗ്രന്ഥത്തെ, ഈ ഉത്ബോധനത്തെ നാമാണ് ഇറക്കിയത്, നാമാണ് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആനിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസും അതിൽ ഉൾപ്പെടും. ഈ വിശുദ്ധ ഖുർആനും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമും അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉൾക്കൊള്ളുമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അൽ ഇഹ്ദാസു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കാലശേഷമാണ് മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് വിശ്വാസരംഗത്തുള്ള ബിദ്അത്താണെങ്കിലും അതുപോലെ കർമ്മരംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അവിടെ നാം ബിദ്അത്ത് എന്ന് നാം പറയുന്നത് അങ്ങനെയാണ്. അൽ ഇഹ്ദാസു ഫിദ്ദീൻ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിലില്ലാത്ത, നമ്മുടെ കാര്യത്തിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ട് മതമാണ്, പുണ്യകർമ്മമാണ്, സൽക്കർമ്മമാണ്, നല്ലതാണ്, ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ ഉണ്ടാക്കിയ വ്യക്തിയിലേക്ക് തന്നെ തള്ളപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. എത്ര നല്ല പുണ്യകർമ്മമാണ്, നല്ലതാണ്, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, പലരും അതിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പോലും ഫഹുവ റദ്ദുൻ, അല്ലാഹുവിനടുക്കൽ അത് തള്ളപ്പെട്ടതാണ്. അതുകൊണ്ട് ആളുകൾ ചെയ്യുന്നു, ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെയുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നതല്ല. മതത്തിൽ ഒരു കാര്യം സ്വീകരിക്കുവാനും ഒരു കാര്യം സ്വീകരിക്കാതിരിക്കുവാനുമുള്ള മാനദണ്ഡം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ വിശ്വാസരംഗത്തോ നമ്മുടെ കർമ്മരംഗത്തോ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യവും
സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ വകയായിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മതത്തിൽ ബിദ്അത്തുകൾ കടന്നു വരുന്നത്. ഒന്ന് വിവരമില്ലായ്മയാണ്, ജഹ്ല്. അതാണ് അധിക ബിദ്അത്തിൻ്റെയും കാരണം. ഇത് സുന്നത്താണോ ബിദ്അത്താണോ എന്ന് തിരിച്ചറിയാതെയാണ് പല മുസ്ലിമീങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും വിശ്വസിച്ച വിശ്വാസമാണോ, അതല്ല പിൽക്കാലത്ത് ആരെങ്കിലും കടത്തിക്കൂട്ടിയതാണോ അല്ലേ എന്ന് വേർതിരിച്ചറിയാത്ത വിധമുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആത്മപരിശോധന നടത്തണം. എന്നിട്ട് സുന്നത്തനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും വിശ്വസിച്ച ഏതൊരു വിശ്വാസം ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവരെങ്ങനെയാണോ വിശ്വസിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ അവർ അഥവാ മറ്റു മുസ്ലിമീങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെതല്ലാത്ത വിശ്വാസം ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ സന്മാർഗത്തിൻ്റെ പുറത്താണ് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്രിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും എതിർ നിൽക്കുകയാണെങ്കിൽ, സന്മാർഗം വ്യക്തമായും ബോധ്യപ്പെട്ടതിന് ശേഷം സുന്നത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ അല്ലാത്ത മുഅ്മിനീങ്ങളുടെ അല്ലാത്ത മാർഗം ഒരാൾ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ നയിക്കുകയും വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് അവനെ കരിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറ, നരകമാകട്ടെ ഏറ്റവും മോശമായ സങ്കേതമാണ്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത്. അയാൾ നല്ലതല്ലേ ചെയ്യുന്നത്, നിസ്കരിക്കുകയല്ലേ, ദിക്റല്ലേ ചൊല്ലുന്നത്, സ്വലാത്തല്ലേ ചെല്ലുന്നത്, നോമ്പല്ലേ നോൽക്കുന്നത്, എന്തിനാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്? അള്ളാഹ് സ്വീകരിച്ചോടെ നിങ്ങൾ എന്തിനാ അവരെ കുറ്റപ്പെടുത്തണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ദിക്റും സ്വലാത്തും നോമ്പും നമസ്കാരവും ഒക്കെ ഇബാദത്താണ്. ആ ഇബാദത്തായ സംഗതി എത്ര നിർവഹിക്കണം, എത്ര റക്അത്ത് നിർവഹിക്കണം, എത്ര വട്ടം ചെല്ലണം, ഏതൊക്കെ സമയം ചെല്ലണം, ഏതൊക്കെ ദിവസമാണ് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്ത്, ഏതൊക്കെ ദിവസമാണ് നോമ്പെടുക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ കൃത്യമായി നമ്മുടെ ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നാലേ അത് സൽക്കർമ്മമാവുകയുള്ളൂ. ഒരാൾ പുണ്യകർമ്മമാണെന്ന് വിചാരിച്ച് രാത്രി മുഴുവൻ നോമ്പനുഷ്ഠിച്ചാൽ അത് നോമ്പായി സ്വീകരിക്കുമോ? നമ്മൾ എല്ലാവരും പറയും നോമ്പായി പരിഗണിക്കുകയില്ല. കാരണം എന്താണ്? പകൽ സമയത്താണ് നോമ്പ് ശറഅാക്കിയിട്ടുള്ളത്. സുബഹി സുബഹിയുടെ ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെയാണ് അതിന്റെ സമയം. രാത്രി ഒരാൾ എത്ര സമയം പകൽ സമയത്തെ പോലെ പട്ടിണി കിടന്നാലും അത് നോമ്പല്ല, അത് ശറഇൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെല്ലാം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായ എണ്ണവും വണ്ണവും സമയവും രൂപവും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിർവഹിക്കുക, ആ എണ്ണത്തിൽ പരിമിതപ്പെടുത്തുക, ആ രൂപത്തിൽ പരിമിതപ്പെടുത്തുക, എല്ലാം അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യണം. അപ്പോഴേ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയക്കാരനാവുകയുള്ളൂ. അതല്ലാതെ സുന്നിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഏത് കർമ്മം ചെയ്യാനും ദിക്റും സ്വലാത്തും ഒക്കെ ഏത് സമയത്തും എങ്ങനെ നമുക്ക് അതിനൊക്കെ പ്രത്യേക കൂലി നിശ്ചയിച്ചും പ്രത്യേക പ്രതിഫലം നിശ്ചയിച്ചും പോരിശ നിശ്ചയിച്ചും ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവിടെയാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ബിദ്അത്തുകൾ കടന്നു വരുന്നത് രണ്ട് കാരണത്തിലൂടെയാണ്. ഒന്ന് ജഹാലത്താണ്, വിവരമില്ലായ്മയാണ്. അതുകൊണ്ട് എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, ദീനിൽ സ്ഥിരപ്പെട്ടതേത്, ദീനിൽ സ്ഥിരപ്പെടാത്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രമാണബദ്ധമായിട്ടുള്ള വിജ്ഞാനം ആർജിച്ചെടുക്കുവാൻ മുസ്ലിമീങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അവർ ബിദ്അത്തിന്റെ പിന്നാലെ തന്നെ പോവുകയും അവസാനം കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയിലും സഹാബത്തിനെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ എല്ലാ ബിദ്അത്തുകളും അഥവാ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ലലാലത്താണ്, വഴികേടാണ്. വഴികേടുകൾ മുഴുവനും നരകത്തിലേക്ക് എത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ബിദ്അത്തിന്റെ കാരണം അത് ഒന്ന് ജഹാലത്താണ്, വിവരമില്ലായ്മയാണ്. രണ്ടാമത്തത് ദേഹേച്ഛയാണ്, ഹവയാണ്. എന്താപ്പം അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ, എന്താപ്പം അങ്ങനെ നോമ്പെടുത്താൽ, എന്താപ്പം അങ്ങനെ നമസ്കരിച്ചാൽ, എന്താപ്പം അങ്ങനെ ചെയ്താൽ അത് നല്ലതല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദേഹേച്ഛക്കനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ദേഹേച്ഛയെ
ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ ദേഹേച്ഛ പറഞ്ഞതിനനുസരിച്ചായിരിക്കും അവൻ നടക്കുക. അങ്ങനെ അവർ ദേഹേച്ഛ ഇലാഹാക്കിയവനെ പോലെയാകും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ദേഹേച്ഛ കാരണം, നമ്മുടെ ഇച്ഛ കാരണം, നമ്മുടെ താല്പര്യമാണ് ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ മാനദണ്ഡമാക്കരുത്. നേരെ മറിച്ച് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കുവാനും, ഒരു വിശ്വാസം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും നമ്മുടെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, സഹാബത്തുകൾ ചെയ്തിട്ടുണ്ടോ, ശറഇൽ ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. മഹാനായ ഉർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ബിദ്അത്തിന്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് തന്നാലും, ഞങ്ങളെ എന്തെങ്കിലും ഉപദേശിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്താണ് ഇത് പറയുന്നത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഊസീകും ബിത്തഖ്വല്ലാഹ് മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരിങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങളെന്ത് ചെയ്യണം, ഞങ്ങളെന്ത് വിശ്വസിക്കണമെന്ന് പല സാധാരണക്കാരും അല്ല, പല ആളുകളും വിദ്യാഭ്യാസമുള്ളവർ, വിവരമുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. ഭൗതികമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വിഷയത്തിൽ ഏറ്റവും വിദഗ്ധരായ ആളുകളോട് അന്വേഷിച്ച് അതിൻ്റെ യഥാർത്ഥ ചിത്രം, അതിൻ്റെ വസ്തുത ബോധ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വഅലൈക്കും ബിസുന്നതി. വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, എൻ്റെ സച്ചരിതരായിട്ടുള്ള പിൻഗാമികളുണ്ടല്ലോ, ആ സ്വഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മതത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുന്ന മുസ്ലിമിന്റെ മുമ്പിൽ വളരെ കൃത്യമായ മാനദണ്ഡം അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാനദണ്ഡം പഠിപ്പിച്ചു തരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടില്ല. അതുകൊണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് യാതൊരു ഒഴിവുകഴിവും പറയാനില്ല. പല അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു, പല സംഘടനക്കാരുണ്ടായിരുന്നു, പല പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി, അതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ രൂപത്തിൽ അകപ്പെട്ടത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ സാധ്യമല്ല സഹോദരങ്ങളെ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, 100,000 അഭിപ്രായ വ്യത്യാസങ്ങൾ മതത്തിന്റെ വിഷയത്തിൽ പുലർത്തുന്ന ആളുകളുണ്ടെങ്കിലും അവിടെ സത്യം കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് മുമ്പിൽ ഹിദായത്തിന്റെ വഴി തുറക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെയും എൻ്റെ ഖുലഫാ റാഷിദുകളുടെയും മാർഗത്തെ പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിശാച് ഏറ്റവും കൂടുതൽ പിടികൂടുന്ന മനുഷ്യന്മാർ അങ്ങനെയാണ്. ഇഖ്ലാസുള്ള മനുഷ്യന്മാരെ, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, കൂലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ അവരുടെ വിവരമില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല വഴി ദിക്റിന്റെയും സലാത്തിന്റെയും നോമ്പിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവരെ ചെയ്യിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കാരണം അള്ളാഹുവിൻ്റെ അവകാശമാണ് ദീനിന്റെ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. ശാരിഅ അള്ളാഹുവാണ്. ഹഖ്ഖുത് തശ്രീഅ്, നിയമനിർമ്മാണം നടത്തൽ, മതത്തിന്റെ വിഷയങ്ങളിൽ ഹലാലും ഹറാമുകളും ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറയാനുള്ള അധികാരം അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹുവിൻ്റെ ഉള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത്. എന്താ അങ്ങനെ ചെയ്താൽ, എന്താ അങ്ങനെ നമസ്കരിച്ചാൽ, എന്താ അങ്ങനെ എന്നുള്ള ചോദ്യം തന്നെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അവകാശത്തിന്മേൽ കടന്നുകയറ്റമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖുർആനിലുള്ളതാണ്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ, സലഫ് സാലിഹ്കൾ, സഹാബികൾ മുതലിങ്ങോട്ട് അവരംഗീകരിച്ച കാര്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമിഅനാ വ അത്അനാ, അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അതാണ് ഹക്കിൻ്റെ വഴി, അതിനെ പിൻപറ്റുക എന്നല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അവിടെയാണ് രക്ഷയുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതിനെ സ്വീകരിക്കുക എന്ന് പറയാം എന്നുള്ളതാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടാണ് ഒരാൾ മൗലിദ് പാരായണം ചെയ്യുന്നത്.
അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസത്തിലോ മാസത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് പാടുകയോ പറയുകയോ ചെയ്യുന്നത്. എങ്കിൽ സഹോദരങ്ങൾ, അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ വാദമുള്ള ആളുകൾക്ക് നബിയെ സ്നേഹിക്കുന്നു എന്ന്, അങ്ങേയറ്റം നബിയോടുള്ള സ്നേഹമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റലാണ്. 5 വക്ത് നമസ്കാരം പള്ളിയിൽ വന്ന് നിർവഹിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കുക, സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, തിങ്കളും വ്യാഴവും അതുപോലെ ഓരോ മാസത്തിലെ 13, 14, 15 തുടങ്ങിയിട്ടുള്ള കഴിയുന്നത് സുന്നത്തുകൾ അനുഷ്ഠിക്കുക. പുരുഷന്മാരാണെങ്കിൽ താടിയെ വളർത്തുകയും മീശ ചുരുക്കുകയും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുകയും ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ ഇസ്ലാമിക വേഷമായ പർദ്ദ ധരിക്കുക. ഇതൊക്കെയാണ് ഒരു നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആൾ ചെയ്യേണ്ടത്. അതാണ് ആത്മാർത്ഥമായ സ്നേഹം. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സുന്നത്തുകളെ പിൻപറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണ് വേണ്ടത്, ഇസ്ലാമിനെ പിൻപറ്റുകയാണ് വേണ്ടത്. പിൻപറ്റലാണ് സഹോദരങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ പണി. നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. എന്തുകൊണ്ട് മതം ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചില്ല, എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ള ചോദ്യം ചെയ്യൽ ഒരു മുസ്ലിമിന് പാടില്ല. വഅലൈന അത്തസ്ലീം. മുൻഗാമികൾ നമുക്ക് കാണിച്ചെന്ന മാതൃകതയാണ്. നമ്മൾ അനുസരിക്കലാണ് നമ്മളെ പണി. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അസ്ലമ യുസ്ലിമു, ഇസ്ലാം വഹുവ മുസ്ലിം, കീഴതുങ്ങലാണ്, അള്ളാഹുവിനെ കീഴതുങ്ങലാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അതിന്റെ താഴെ നിൽക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അതിനെ ചോദ്യം ചെയ്യുന്ന ആളിൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് എന്ന് മാത്രമല്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങളുടെ പണ്ഡിതന്മാരെയും, നിങ്ങളുടെ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളും, അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളുടെ പൊതു നേതൃത്വത്തെ അനുസരിക്കുക. അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഭിപ്രായ വ്യത്യാസത്തോടെ നിലനിൽക്കുകയല്ല വേണ്ടത്. അടിസ്ഥാനപരമായ വിഷയത്തിൽ, വിശ്വാസകാര്യങ്ങളിലോ കർമ്മകാര്യങ്ങളിലോ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കണം. നിങ്ങൾ ഒരുപാട് കാലമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ചെയ്യാൻ പാടില്ല. നമ്മൾ ദീനിന്റെ വിഷയങ്ങളെ സംശയങ്ങൾ വെച്ചുകൊണ്ട് മുന്നിൽ നടക്കാൻ പാടില്ല. എല്ലാ സംശയങ്ങളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ സംശയലേശം എന്നെ വിശ്വസിക്കാൻ പാകത്ത വിധം അതിലെ സംശയങ്ങളെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ദീനിന്റെ വിഷയത്തിൽ ഒരു സംശയം മുന്നിൽ വെച്ചുകൊണ്ട് സംശയത്തോടു കൂടി ജീവിക്കേണ്ട വിശ്വാസി, അവൻ യഖീൻ, ഉറപ്പോടുകൂടി ജീവിക്കേണ്ടവനാണ്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അത് 100% ഹക്കാണ്, 100% ഖുർആനിനും സുന്നത്തിനും യോജിച്ചതാണ് എന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ദൃഢവിശ്വാസം സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം. മൈമൂൻ ഇബ്നു മഹ്റാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ, മാദാമ ഹയ്യൻ, നബി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ സ്വഹാബികൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സംശയം, ഒരു ആയത്തിറങ്ങുന്നു, ആ ആയത്തിന്റെ ഒരു പദത്തിൽ എന്തെങ്കിലും ഒരു സംശയം വരുമ്പോഴേക്കും, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നവർ ചോദിക്കുമായിരുന്നു. സഹാബ പുരുഷന്മാരും സ്വഹാബികളും അതുപോലെ തന്നെ വനിതകളും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംശയം ദൂരീകരിച്ചിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിലേക്ക് മടക്കിക്കൊണ്ട് ആ കാര്യം പരിഹരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പരിഹരിക്കാത്ത കാലത്തോളം വലിയ പ്രശ്നമുണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്ന ഒരു അസറിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, മാ യഅതി അലന്നാസി ആമുൻ ഇല്ലാ അഹദതു ഫീഹി ബിദ്അ വഅമാതു സുന്നത ഫമതാ തഹ്യൽ ബിദ്അ വതമതു സുനൻ. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതിയാണ്. എവിടെയൊക്കെ സുന്നത്തുകൾ ജീവിപ്പിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ബിദ്അത്തുകൾ ഇല്ലാതായി തീരും, അല്ലേ? എവിടെയൊക്കെ ബിദ്അത്തുകൾ വരുന്നുണ്ടോ അവിടെ സുന്നത്ത് നഷ്ടപ്പെടും. വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അതിനെ മുന്നോടിയായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വാദത്തിന് പിൻബലമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് കഴിയുന്നത്ര ഹയാത്താക്കുക എന്നുള്ളതാണ്.
നേരെ മറിച്ച് അതില്ലാതിരിക്കുകയും സുന്നത്തുകൾ പകർത്താതിരിക്കുകയും കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം വരുമ്പോൾ, ജന്മദിനം വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സന്ദർഭം വരുമ്പോൾ മാത്രം നബിയെക്കുറിച്ച് പുകഴ്ത്തി പാടുകയും ചെയ്താൽ അതെങ്ങനെയാണ് സുന്നത്തായി മാറുന്നത് എന്ന് മാത്രമല്ല, ആ ദിവസത്തിനും ആ മാസത്തിനും അങ്ങനെ ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതൊരു ബിദ്അത്തായി മാറുന്നു. ആ ബിദ്അത്താകട്ടെ അള്ളാഹുവിനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബികൾക്കോ പരിചയമില്ലാത്തതാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഒരു ബിദ്അത്ത് കടന്നു വന്നാൽ അവിടെ നഷ്ടപ്പെടുന്നത് സുന്നത്താണ്. ഒരു സുന്നത്ത് വരുമ്പോൾ അവിടെ ആ ബിദ്അത്തുകൾ ഇല്ലാതായി തീരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവർ എത്ര സംശുദ്ധരാണെങ്കിലും, അവരെ നിയ്യത്ത് എത്ര നന്നായിട്ടും കാര്യമില്ല, എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല, ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പ്രസിദ്ധനായ താബിഇയാണ്. അദ്ദേഹം പറയുകയാണ്, എത്ര ബിദ്അത്തുകാർ, ആ ബിദ്അത്ത് അവർ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, ഒരുപാട് പല സ്വലാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ, വ്യത്യസ്തമായ എണ്ണങ്ങൾ 1000, 10,000, ലക്ഷമൊക്കെ ചെല്ലുന്നു, കോടിക്കണക്കിന് സ്വലാത്തുകൾ പാർസലാക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അതിൽ നിന്നൊക്കെ അള്ളാഹുവിലേക്ക് അതിലൂടെ അടുക്കുവാൻ അല്ലെങ്കിൽ സൽക്കർമ്മമായി രേഖപ്പെടുത്തുകയില്ല എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല, പല ആളുകളും ബിദ്അത്ത് ചെയ്യുന്നതിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ബിദ്അത്തുകാരെടുത്ത് നോക്കൂ നിങ്ങൾ, ബിദ്അത്തിന് ഭയങ്കര ആവേശമായിരിക്കും. അന്ന് ഒരുപാട് സമയം അവർ അധ്വാനിക്കും, ഒരുപാട് പണം അവർ ചെലവഴിക്കും. എന്നാൽ സുന്നത്ത് ചെയ്യുന്നതിനോ അത്ര വലിയ അധ്വാനമോ പണമോ സമയമോ അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുന്ന കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇഖ്തിസാദു ഫി സുന്നതി ഖൈറുൻ മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. നമുക്ക് കിട്ടിയ ലാഭം മാത്രം മതി, സിദ്ധിച്ച ലാഭം മാത്രം മതി. എന്തേ ബിദ്അത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന അമലൊക്കെ കുറവല്ലേ, അതുകൊണ്ട് കുറേ ചെയ്യുക. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കുറവല്ലേ, നമ്മൾ ചെയ്യുന്ന ദിക്ർ കുറവല്ലേ, നമുക്ക് സുന്നത്തിൽ പഠിപ്പിച്ച ദിക്റുകളും അതുപോലെ സുന്നത്തിലുള്ള നോമ്പുകളൊക്കെ കുറവല്ല, കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുക, കൂടുതൽ ദിക്ർ ചൊല്ലുക, കൂടുതൽ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ ദീനിലില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലെ ഉദ്ദേശം കൂടുതൽ പുണ്യം കരസ്ഥമാക്കാനാണെങ്കിൽ സഹോദരങ്ങൾ, അതുകൊണ്ട് പുണ്യം കിട്ടുകയില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് ശിക്ഷയാണ് ലഭിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഇഖ്തിസാദു ഫിസ്സുന്ന, സുന്നത്തിൽ പരിമിതപ്പെടുത്തലാണ് ഖൈറുൻ, അതാണ് ഉത്തമം, മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. മതത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ, കൂലി കിട്ടൂലേ, സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, നമസ്കാരാനന്തരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ചൊല്ലിയാൽ മതി, അത് ചൊല്ലിയാലേ കൂലി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നോമ്പാകട്ടെ, സുന്നത്തായി പഠിപ്പിച്ച നോമ്പുകളുണ്ട്, ആ നോമ്പുകൾ തന്നെ ധാരാളം. പിന്നെന്തിനാണ് ബിദ്അത്തായ നോമ്പുകൾ? റജബ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. റജബ് മാസം എന്ന് നമുക്കറിയാം 12 മാസങ്ങളിൽ പവിത്രമാക്കപ്പെട്ടൊരു മാസമാണ്. പക്ഷെ ഈ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് ചെയ്യാൻ പ്രത്യേകമായ കർമ്മങ്ങളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പവിത്രമായ മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. സൽക്കർമ്മം ചെയ്താൽ കുറച്ചുകൂടിയും അതിൻ്റെ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ തിന്മകൾ ചെയ്യുമ്പോൾ, ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ, ഹറാമുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതല്ലാതെ ഒരു പ്രത്യേക കർമ്മം ഈ മാസത്തിൽ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു എന്നോ അല്ലെങ്കിൽ അവരങ്ങനെ അനുഷ്ഠിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളെല്ലാം ദുർബലമായ റിപ്പോർട്ടുകളാണ്. ഒന്നുകിൽ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നുള്ളത് ആ വിഷയത്തിലെ ഹദീസുകളെ നിദാനശാസ്ത്രത്തിന്റെ പ്രകാരം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പറയുന്നത്, വഹിയ ബിദ്അത്തുൻ ഖബീഹ, അഥവാ റഗായിബ് നമസ്കാരം എന്നുള്ള നമസ്കാരമുണ്ട്. റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ആദ്യ വെള്ളിയാഴ്ചയിൽ നിർവഹിക്കേണ്ട, മഗ്രിബിന്റെ ഇശാഇന്റെ നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന റഗായിബ് നമസ്കാരം, ആ നമസ്കാരത്തെക്കുറിച്ച് ബിദ്അത്തായ നമസ്കാരമാണ്. ആ നമസ്കാരത്തെക്കുറിച്ച് ഇമാം നവവി പറയുന്നത്, വഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറ, വെറുക്കപ്പെട്ടതാണ്, മ്ലേച്ഛമായതാണ്, അത് പുത്തന ആചാരമാണ്. അശദ്ദു ഇൻകാറൻ, അത് ശക്തമായി എതിർക്കേണ്ടതാണ്. മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിന്, ഒരുപാട് തിന്മകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഫയതഅയ്യനു തർക്കുഹാ വൽഇറാദു അൻഹാ വഇൻകാറുഹു അലാ ഫാഇലിഹാ, അതിനെ ഉപേക്ഷിക്കണം, അതിന് തിരിഞ്ഞു കളയണം, അതിന് ചെയ്യുന്നവനെ അതിനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ മഹാനായി ഇമാം നവവി പറയാണ്. ഇതാണ് ബിദ്അത്തിന്റെ ഗൗരവം. അത് ഹറാമിനേക്കാൾ
മോശമാണ്. ഹറാമ് ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ തൗബയുണ്ടാകും. ചെയ്തു പോയല്ലോ, തെറ്റിപ്പോയല്ലോ, പറ്റിപ്പോയല്ലോ, തിന്മയാണെന്ന് അദ്ദേഹത്തെ മനസ്സിൽ ബോധ്യമുണ്ടാകും. പക്ഷേ ബിദ്അത്ത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ ആ ബോധ്യം ഉണ്ടാവുകയില്ല. ഞാൻ ചെയ്യുന്ന നിസ്കാരമല്ലേ, ഞാൻ നോൽക്കുന്ന നോമ്പല്ലേ, ഞാൻ ചൊല്ലിയ ദിക്റല്ലേ, നല്ല ചിന്തയായിരിക്കും അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ അതുകൊണ്ട് തൗബയുണ്ടാകാതെ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം പണ്ഡിതന്മാർ മുൻഗാമികളായ ആളുകൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിൽ അടിയുറച്ചുകൊണ്ട് ബിദ്അത്തിൽ വിട്ടു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശഅനി وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബിദ്അത്തിൻ്റെ ഗൗരവവും തിരിച്ചറിയുമ്പോഴാണ് സുന്നത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു നൽകുന്നില്ല. നമുക്ക് ദീനിൻ്റെ വിഷയങ്ങൾ നമുക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള അധികാരമില്ല. പഠിപ്പിക്കപ്പെട്ടതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പവിത്രമായ മാസമാണ്. അശ്ഹുറുൽ ഹുറും ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. സൂറത്ത് തൗബയിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന അന്ന് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങൾ. ഈ 12 മാസങ്ങളിൽ 4 എണ്ണം പവിത്രമാണത്. തുടർച്ചയായിക്കൊണ്ട് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായിക്കൊണ്ട് പിന്നെ റജബും, ഈ 4 മാസം പവിത്രമാണ്. പിന്നെ അതിന് പുറമെ റമദാൻ മാസവും. അപ്പോൾ അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ട പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് റജബ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അതുകൊണ്ട് പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ ദിക്റോ പ്രത്യേകമായ സ്വലാത്തോ റജബിൻ്റെ പേരിൽ ഇത്ര എണ്ണം ഇന്ന സമയത്ത് എന്നൊരാൾ നിശ്ചയിച്ചാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരാൾ ഇപ്പോൾ റജബ് മാസം പവിത്രമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും എന്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കണം, പള്ളിയിലേക്കൊന്ന് ജമാഅത്തിന് കൃത്യമായിട്ട് വരണം, ജമാഅത്തിന് വരുന്നവരാണെങ്കിൽ ഒന്നുകിൽ നേരത്തെ വരാൻ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കാതെ ഒന്ന് സുന്നത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം, അതുപോലെ സുന്നത്ത് നോമ്പെടുക്കാത്തവരാണെങ്കിൽ സുന്നത്തൊക്കെ നോമ്പെടുക്കാൻ, അങ്ങനെ കുറച്ചുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കണം, തൻ്റെ നാവ് കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ അവയവങ്ങൾ കൊണ്ടും തിന്മ ചെയ്യാതിരിക്കാൻ, തിന്മ കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഇതിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ ഒരു പ്രത്യേകമായ കർമ്മം, നേരത്തെ പറഞ്ഞ സ്വലാത്തു റഗായിബ് നമസ്കാരമോ അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജ് സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശറഅക്കപ്പെട്ട അല്ലെങ്കിൽ അതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. പക്ഷേ ആ സംഭവം നടന്നത് റജബ് മാസത്തിലാണോ അല്ലേ എന്നുള്ളത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത കാര്യമാണ്. ചരിത്ര പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആ വിഷയത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വിഷയമാണ്. ഒരു നിലക്കുമുള്ള സ്വഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ടുമില്ല ഇസ്രാ മിഅ്റാജ് സംഭവം റജബ് മാസം. പലപ്പോഴും പാട്ടൊക്കെ പാടി നമുക്ക് കേട്ടിട്ടുണ്ട്, റജബ് എന്ന മാസം 27-ന് മുജ്തബ നബിയുടെ മിഅ്റാജ് എന്നൊക്കെ അല്ലേ മദ്രസയിലൊക്കെ വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പം സ്ഥിരപ്പെടാത്തൊരു കാര്യമാണത്. പിന്നെ അതിൻ്റെ പേരിൽ നോമ്പാണെങ്കിൽ റജബ് മാസം 27-ന് പ്രത്യേകമായ നോമ്പ്, മിഅ്റാജ് നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് തന്നെ സ്ഥിരപ്പെട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആരാണ് ഈ നോമ്പെടുക്കാൻ താല്പര്യപ്പെടുന്നത്? മാസത്തിലെ 13, 14, 15 അല്ലെങ്കിൽ തിങ്കളോ വ്യാഴമോ ഒരിക്കൽ പോലും നോമ്പെടുക്കാത്ത മനുഷ്യന്മാരാണ് ഈ ബിദ്അത്തായ നോമ്പിന്. അതുപോലെ ശഅബാൻ മാസം 15-ന് ബറാഅത്ത് നോമ്പ് എന്ന പേരിലൊക്കെ. അപ്പോൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകൾ ബിദ്അത്തായ നോമ്പിന് അന്ന് പ്രത്യേകമായി കൊണ്ട് അതിനൊരുങ്ങി തയ്യാറായി നിൽക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബിദ്അത്ത് ചെയ്യുന്ന ആൾക്ക് സുന്നത്ത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. സുന്നത്തിന് സ്ഥിരപ്പെട്ടൊരു കാര്യം
അയാളെ ബിദ്അത്ത് ചെയ്യുന്നുണ്ടാകും. എന്താണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യം ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിന് യാതൊരു മറുപടിയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ഹദീസുകളും സ്വഹീഹായ നിലക്കും വന്നിട്ടില്ല. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളെ ആധാരമാക്കിക്കൊണ്ട് അതിൻ്റെ അവസാനത്തെ അദ്ദേഹം പറയുന്ന കാര്യം വദക്കറ ബഅദുൽ ഖുസ്സാസ് അന്നൽ ഇസ്റാഅ കാന ഫീ റജബ് ഖാല വദാലിക കദിബ്. ചില കാഥികന്മാർ, കഥ പറയുന്ന ആളുകൾ, കഥാപ്രസംഗം നടത്തുന്നവർ അവരുടെ കഥയുടെ ഭംഗിക്ക് വേണ്ടി അതിന് മാറ്റുകൂട്ടാൻ വേണ്ടി ഒരു പക്ഷേ ഇതൊക്കെ പറയാറുണ്ടാകും. പക്ഷേ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നു വദാലിക കദിബുൻ, അത് കള്ളമാണ്, സ്ഥിരപ്പെടാത്തതാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റജബിൻ്റെ പ്രത്യേകത അറിയിക്കുന്നവർക്ക്, ആദ്യമായി ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് കൈമാറുന്നവർക്ക് ഇന്ന പ്രതിഫലം അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ വരും. സഹോദരങ്ങൾ, അതൊന്നും സ്ഥിരപ്പെട്ടതല്ല, അത് വാറോലകളാണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടി ആളോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും ആളുകൾ ജുമുഅക്ക് വൈകി വരുന്നു എന്നുള്ളത്, യാതൊരു പ്രശ്നവുമില്ലാതെ ജുമുഅക്ക് വൈകി വരിക എന്നുള്ളത് അതൊരിക്കലും ശരിയല്ലാത്ത കാര്യമല്ല. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പലപ്പോഴും പല ആളുകൾ ഖുതുബ പകുതിയാകുമ്പോഴേക്കാണ് കടന്നു വരുന്നത്. അതോ നമ്മളെ ഈ ഒരു ആലത്തൂർ പോലെയുള്ള സ്ഥലത്ത് ഒരുപാട് മുസ്ലിമീങ്ങളുള്ള, നമുക്കൊക്കെ അതിനിവിടെ നേരത്തെ എത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സ്ഥിരമായി കൊണ്ട് ഖുതുബ തുടങ്ങിയിട്ട് വരിക എന്നുള്ളത് അതൊരു ആവർത്തിക്കപ്പെടുന്നത് നല്ല കാര്യം അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ആ സ്ഥലത്തേക്കുള്ള ബസ് ഇത്ര സമയത്താന്ന് പറഞ്ഞാൽ ആ ബസ്സിൻ്റെ സമയം കഴിഞ്ഞിട്ടാണോ നമ്മൾ അവിടെ എത്തും? ഒരിക്കലുമില്ല. അതിന് 10 മിനിറ്റ് മുമ്പ് നേരത്തെങ്കിലും അവിടെ എത്തൂലേ? കാരണം ആ ബസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര പ്രശ്നമാകും, നമുക്കറിയാം. സഹോദരങ്ങളെ, ആഴ്ചയിലൊരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ വന്ന് ആ ജുമുഅക്ക് മുമ്പ് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വന്ന് തഹിയ്യത്ത് നമസ്കരിച്ച് അതൊന്ന് നേരത്തെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഖുതുബ തുടങ്ങിയിട്ട് പോകാം, സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്നാണ് തോന്നുമെങ്കിൽ സഹോദരങ്ങളെ, എന്തോ പ്രശ്നം നമുക്കുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തും. ആരെയും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും വേദനിപ്പിക്കാനോ പറയില്ല. മാനസികമായ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകും. പക്ഷേ സ്ഥിരമായിക്കൊണ്ട് പതിവായിക്കൊണ്ട് നേരം വൈകി വരിക എന്നുള്ളത് നമുക്കറിയണം അതിൻ്റെ ഗൗരവം. കാരണം ഖതീബ് മിമ്പറിന്മേൽ കയറിക്കഴിഞ്ഞാൽ മലക്കുകൾ ഇവിടെ വന്നവരുടെ രേഖകൾ അത് മടക്കി വെച്ചുകൊണ്ട് ഖുതുബ കേൾക്കാൻ അവിടെ ഈ പള്ളിയിൽ ഒത്തുകൂടിയ മലക്കുകൾ ഇരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഖുതുബ തുടങ്ങിയതിന് ശേഷം വരുന്നവർക്ക് ജുമുഅയുടെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുകയില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് ഫുള്ള് കിട്ടൂല എന്നല്ല, ഭാഗികമായി എന്തെങ്കിലും പ്രതിഫലം കിട്ടൂല എന്ന് പറയുന്നില്ല. പക്ഷേ ജുമുഅയിൽ പങ്കെടുത്തതിൻ്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ വൈകി വരുന്നവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെ ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ പള്ളിയോടും ഈ ദിവസത്തോടും കാണിക്കുന്ന അനാദരവായിട്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം. നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് തുറക്കുന്നു, അതൊക്കെ സമയം വൈകിട്ട് നമ്മൾ എത്തുന്നില്ലല്ലോ, അതൊക്കെ നേരത്തെ നമ്മൾ എത്തുന്നുണ്ട് അല്ലേ? എല്ലാം കൃത്യമായി നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ പള്ളിയിലേക്ക് വരുമ്പോൾ, ജുമുഅക്ക് വരുമ്പോൾ, ജമാഅത്തിന് വരുമ്പോൾ അത് സ്ഥിരമായി വൈകി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണം, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായി കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന പ്രദേശത്ത് അൽ ഹിക്മ സലഫി മസ്ജിദ്, അതിൻ്റെ കോംപ്ലക്സ്, ഒരുപാട് പ്രൊജക്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ അവിടുത്തെ സഹോദരങ്ങൾ നമ്മോട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കുറച്ച് അധികം സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ പള്ളിയൊക്കെ ഉണ്ടായത് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ വിചാരിച്ചത് കൊണ്ടല്ല, ഇവിടുത്തെ ആളുകൾ മാത്രം വിചാരിച്ചത് കൊണ്ട് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ, വിശ്വാസികളുടെ സഹായം കൊണ്ടാണ് ഈ പള്ളികളും സംവിധാനങ്ങളൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഈ തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. നമുക്ക് പലരും നമ്മളെ സഹായിക്കുന്നു, നമ്മൾ പലരെയും സഹായിക്കുന്നു. ഇങ്ങനെ പാരസ്പര്യമുള്ള ഒരു സഹായം നന്മയുടെ വിഷയത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചാൽ പകരം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പള്ളി ഉണ്ടാക്കി തരുന്നതാണ്. നമുക്കൊരു പള്ളി ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല, ഒരു വീടുണ്ടാക്കാനുള്ള, സ്വർഗത്തിലൊരു വീടുണ്ടാക്കി തരുന്നതാണ്. നമുക്കൊരു പള്ളി മുഴുവനായി ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കില്ല, അതിന് ലക്ഷങ്ങളും കോടികളും ആവശ്യമുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മളൊരു വിഹിതം, ഒരു 500 രൂപ, ഒരു 1000 രൂപ, ഒരു 5000 രൂപ, ഒരു 10,000 രൂപ, എത്രയാണോ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്, പല കാര്യങ്ങൾക്കും വേണ്ടി, ഷോപ്പിങ്ങിന് വേണ്ടി പലതും നമ്മൾ ചിലവാക്കുന്നുണ്ട്. നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരു സ്വതഖത്തുൻ ജാരിയ എന്നെന്ന് നിലനിൽക്കുന്ന സ്വതഖ, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ
പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും സഹോദരങ്ങളെ. ആ ഒരു പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഏതൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഖൈറുകൾ ലഭിക്കുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാര ശേഷം അതിൻ്റെ കളക്ഷന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായം, ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, വലിയ സഹായം ചെയ്യാൻ പറ്റുന്നവർ, ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ച് കൊണ്ട് സഹായിക്കണം. അതുപോലെ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുവാൻ, എല്ലാ നിലക്കുള്ള ബിദ്അത്തിൽ നിന്നും വിട്ടു നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരുടെയും നമ്മുടെ ഭർത്താക്കന്മാരുടെയും നമ്മുടെ മക്കളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട സഹോദരൻ്റെ മരണപ്പെട്ടു എന്ന വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിമീകളുണ്ട്, മുസ്ലിം നാടുകളുണ്ട്. യമൻ, ഫലസ്തീൻ, സിറിയ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ അഭ്യന്തര പ്രശ്നങ്ങളാകട്ടെ, അതുപോലെ പുറത്തുള്ള പ്രശ്നങ്ങളാകട്ടെ, എല്ലാവിധ പ്രശ്നങ്ങളിലും അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളിൽ നിന്നും അവർക്ക് പരിപൂർണമായിട്ടുള്ള നിർഭയത്വം അല്ലാഹു നൽകുമാറാകട്ടെ. അഹ്ലു സുന്നത്തിൻ്റെ ശരിയായ മാർഗത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അല്ലാഹു സാധാരണക്കാർക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الظالمين. اللهم انصرنا على القوم الكافرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ارحم موتانا، اللهم اشف مرضانا، اللهم عاف مبتلانا، اللهم اقض ديوننا وديون المسلمين، اللهم اقض حوائجنا وحوائج المسلمين، اللهم يسر أمورنا كلها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ the soulmate. Peace Radio, tune to reality.